നമസ്കാരം, ഞാൻ ഡോക്ടർ ഫാത്തിമ തസ്നീം, കൺസൾട്ടൻറ്റ് മെഡിക്കൽ ഓങ്കോളജിസ്റ്റ്, മലബാർ മെഡിക്കൽ കോളേജ്, ഉള്ളിയേരി. ക്യാൻസർ എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലെ കോശങ്ങളുടെ അനിയന്ത്രിതമായ വളർച്ചയാണ്. ഇതിന് 4 സ്റ്റേജാണുള്ളത്. 1, 2, 3 സ്റ്റേജുകളിൽ നമുക്ക് പൂർണ്ണമായിട്ടും ഭേദമാക്കാവുന്ന ചികിത്സ ലഭ്യമാണ്. എന്നാൽ 4ാമത്തെ സ്റ്റേജിലെത്തിയാൽ ഇത് ഒരു പരിധിവരെ നിയന്ത്രിക്കുക മാത്രമേ സാധ്യമാവുകയുള്ളൂ. ഇനി ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ശരീരഭാരം കുറയുക, വിശപ്പില്ലായ്മ, ക്ഷീണം തുടങ്ങിയ ലക്ഷണങ്ങൾ എല്ലാ ക്യാൻസറിനും പൊതുവായി കാണുന്ന ലക്ഷണങ്ങളാണ്. ഇതുകൂടാതെ അസാധാരണമായ രക്തസ്രാവം അല്ലെങ്കിൽ അസാധാരണമായി ഡിസ്ചാർജ് വരിക, ഇതും ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളിൽ പെടാറുണ്ട്. ചില സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഉണങ്ങാത്ത മുറിവ് ക്യാൻസറായിട്ട് പരിണമിക്കാറുണ്ട്. അത് ചിലപ്പോൾ വായിലാകാം, അല്ലെങ്കിൽ തൊലിപ്പുറത്തായിട്ട് കാണാറുണ്ട്. ഇനി ശരീരത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നും തടിപ്പോ മുഴയോ കാണുകയാണെങ്കിലും നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു വൈദ്യസഹായം തേടേണ്ടതാണ്. ചില സമയത്ത് വിട്ടുമാറാത്ത ചുമയായിട്ട് ശ്വാസകോശ ക്യാൻസർ പ്രത്യക്ഷപ്പെടാറുണ്ട്. ഇനി തൊണ്ടയിലെ ക്യാൻസർ ആണെങ്കിൽ നമ്മുടെ ശബ്ദത്തിലുണ്ടാകുന്ന വ്യത്യാസമായിട്ടും കാണപ്പെടാറുണ്ട്. ഇനി ചില സമയത്ത് ഭക്ഷണം ഇറക്കാനുള്ള ബുദ്ധിമുട്ട് അന്നനാള ക്യാൻസറിൻ്റെ ലക്ഷണമാവാം. ഇനി നിരന്തരമായിട്ട് ഗ്യാസ്ട്രൈറ്റിക് സിംറ്റംസ്, നെഞ്ചിരിച്ചൽ, ദഹനക്കേട്, ഇതൊക്കെ ആമാശയ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളിൽ പെടാം. ഇനി മലമൂത്ര വിസർജന വ്യവസ്ഥയിൽ എന്തെങ്കിലും വ്യതിയാനങ്ങൾ ഉണ്ടെങ്കിലും അത് ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളാവാം. അതായത് വയറിളക്കം, മലബന്ധം, അതുപോലെ മൂത്രതടസ്സം, ഇവയൊക്കെ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളിൽ പെടാം. ഇത് കൂടാതെ നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും മറുക്, ഓൾറെഡിയുള്ള മറുകിൽ പ്രകടമായ വ്യത്യാസം കാണുക, ചിലപ്പോൾ അതിൻ്റെ സൈസിൽ വ്യത്യാസം വരിക, അല്ലെങ്കിൽ അവിടുന്ന് ബ്ലീഡിങ് വല്ലതും വരിക, ചൊറിച്ചിലായിട്ട് കാണുക, അതിലെ കളർ ചേഞ്ചസ്, ഇങ്ങനെ എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിൽ ബയോപ്സി എടുത്തിട്ട് മെലനോമ എന്ന സ്കിൻ ക്യാൻസർ അല്ലാന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ഇതുകൂടാതെ നമ്മുടെ ബ്രെയിനിലാണ് അസുഖം വരുവാണെങ്കിൽ ശക്തമായ തലവേദന, അതുകൂടാതെ അതിൻ്റെ കൂടെ ഛർദിയായിട്ടും കാണാറുണ്ട്. ചില സമയത്ത് അപസ്മാരമായിട്ടും ബ്രെയിൻ ട്യൂമേഴ്സ് നമുക്ക് ലക്ഷണങ്ങളായിട്ട് കാണിക്കാറുണ്ട്. ഇനി രക്താർബുദമാണെങ്കിൽ നമ്മുടെ ശരീരത്തിലെ രക്ത അണുക്കളുടെ വ്യതിയാനം മൂലം ഉണ്ടാകുന്നതാണ്. അതുമൂലം ചില സമയത്ത് നമുക്ക് അമിതമായ ക്ഷീണം തോന്നുക, കുറച്ച് നടക്കുമ്പോൾ തന്നെ ശ്വാസമുട്ടലായിട്ട് വരിക, അതുപോലെ തുടർച്ചയായി ഇൻഫെക്ഷൻ വരിക, പനിയോട് കൂടി ഇൻഫെക്ഷൻ വരിക, അല്ലെങ്കിൽ പ്ലേറ്റ്ലെറ്റ് കുറവാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും ഭാഗത്തുനിന്ന് ബ്ലീഡിംഗ് ആയിട്ട് പ്രത്യക്ഷപ്പെടാറുണ്ട്. ചില സമയത്ത് നമ്മുടെ തൊലിപ്പുറത്ത് പോലും ബ്ലീഡിംഗ് സ്പോട്ട്സ് ആയിട്ട് കാണപ്പെടാറുണ്ട്. ഇങ്ങനെയുള്ള എന്തെങ്കിലും ലക്ഷണങ്ങൾ നിരന്തരമായി അനുഭവപ്പെടുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് വൈദ്യസഹായം തേടി തുടർ ചികിത്സ ചെയ്യേണ്ടതാണ്. നന്ദി, നമസ്കാരം.